Dear students, today we will continue with the second module of calculus. This is for creative first semester students and is for all branches of engineering. Next, partial derivatives of functions of more than two variables. The definition of the partial derivatives of function of more than two independent variables are like the definition of functions of two variables. They are ordinary derivative with respect to one variable taken while the other independent variable are kept constant. ഇവിടെ നമ്മൾ ടു വേരിയബിൾ പോലെ തന്നെയാണ് ത്രീ വേരിയബിളും ചെയ്യുന്നത്. ഇഫ് എക്സ് വൈ ആൻഡ് സെഡ് ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡബ്ല്യു ഇസ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. നമ്മളിവിടെ ഡബ്ല്യു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സ് വൈ സെഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഡെൽ ഡബ്ല്യു ബൈ ഡെൽ സെഡ്, ഡെൽ ഡബ്ല്യു ബൈ ഡെൽ എക്സ്, ഡെൽ ഡബ്ല്യു ബൈ ഡെൽ എക്സ്, ഡെൽ വൈ ഒക്കെയാണ് കാണുക. ഓക്കെ, ഡബ്ല്യു ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്. Suppose W equal to x sin y plus 3z. Find del W by del Z, del square W by del x del Z, del cube W by del x square del Z. ആദ്യം നമ്മൾ del W by del Z ആണ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു Z കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അവിടെ എക്സ് അവിടെ നിർത്തി. ഇതിനെ സൈൻ വൈ പ്ലസ് സെഡിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ എക്സ് അവിടെ നിന്നു. സൈൻ സെഡിന് എന്തായിരിക്കും? കോസ് സെഡ് ആയിരിക്കും. അപ്പോൾ സൈൻ വൈ പ്ലസ് 3z ഇതാ കോസ് വൈ പ്ലസ് 3z ആണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ചെയിൻ റൂൾ അനുസരിച്ച് വൈ പ്ലസ് 3z ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതാ വൈ പ്ലസ് 3z ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? വൈ പ്ലസ് 3z വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3 ആണ് കിട്ടുന്നത്. അപ്പോൾ ആൻസർ 3x ഇൻറ്റു കോസ് വൈ പ്ലസ് 3z. അതാണ്. ഒന്നും കൂടെ പറയാം. നമ്മൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എക്സ് എഴുതി, പിന്നെ സൈൻ വൈ പ്ലസ് 3z ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് വൈ പ്ലസ് 3z. അത് കഴിഞ്ഞ് വൈ പ്ലസ് 3z വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3. അതാണിത്. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഇതാണ് നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ്. ഇനി ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് ഡോ സെഡ്. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് പവർ 1 ആയി മാറി. അപ്പോൾ 3 കോസ് വൈ പ്ലസ് 3z, ഈ എക്സ് 1 ആയി മാറി. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ആണ് ഡി ക്യൂബ് ഡെൽ ക്യൂബ് ഡബ്ല്യു ബൈ ഡെൽ എക്സ് സ്ക്വയർ ഡെൽ സെഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സ് ഇല്ല, അതുകൊണ്ട് ഇതിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആയി. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് അവിടെ എഴുതി. സൈനിൻ്റെ കോസ് ആയിരിക്കും കോസ് വൈ പ്ലസ് 3z. അത് കഴിഞ്ഞ് വൈ പ്ലസ് 3z ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3 കിട്ടി. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ എക്സ് പോയി, എക്സ് പവർ 1 എക്സ് ആയി. പിന്നെ ഇതിനകത്ത് എക്സ് ഇല്ല, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആയി. അത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ദെൻ പ്രോബ്ലം നമ്പർ 35. യു ഈക്വൽ ടു ലോഗ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ്. പ്രൂവ് ദാറ്റ് സിഗ്മ സൈൻ 2x ഡെൽ യു ബൈ ഡെൽ എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ സൈൻ 2x ഡെൽ യു ബൈ ഡെൽ എക്സ് എന്ന് കണ്ട് ദാറ്റ് ഈസ് നമുക്ക് ചെയ്യാം. യു ഇതാണ് തന്നിരിക്കുന്നത്, യു. അങ്ങനെയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഡോ യു ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പം എന്താ? ലോഗ് എക്സിൻ്റെ 1/x ആണ്. അപ്പം ലോഗ് ഓഫ് ദിസിൻ്റെ ആകുമ്പോഴോ 1 ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ്. അത് കഴിഞ്ഞ് ടാൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം സീക്കൻ സ്ക്വയർ എക്സ്. അതാണ് 1 ലോഗ്
ഓഫ് ദിസ് 1/this ഇൻറ്റു പിന്നെ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്കൻഡ് സ്ക്വയർ എക്സ്. ഇതിനെ രണ്ട് സൈഡും സൈൻ 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം സൈൻ 2x ഡെൽ യു ബൈ ഡെൽ എക്സ്. അപ്പം സൈൻ 2x ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു? ഈ സൈൻ 2xനെ 2 sin x cos x എന്ന് എഴുതി, സീക്കൻഡ് സ്ക്വയർ എക്സിനെ 1/cos സ്ക്വയർ എക്സ് എന്ന് എഴുതി. എന്നിട്ട് ഇത് കോസ് എക്സും എന്ത് ചെയ്തു? ഒരു കോസ് എക്സും ഒരു കോസ് എക്സും കൂടെ പോയി. അപ്പോൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്തായി? ടാൻ എക്സ് ആയി. ഇതാണ് ഇങ്ങനെ കിട്ടി. ഇനി അതുപോലെ തന്നെ സൈൻ ഇത് ഇപ്പോൾ നമ്മൾ ഇത് സൈൻ 2x ഡെൽ യു ബൈ ഡെൽ എക്സ് ആണ്. അതുപോലെ ഈ എക്സിൻ്റെ സ്ഥാനത്ത് y എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സൈൻ 2y ഡെൽ യു ബൈ ഡെൽ വൈ കിട്ടും. അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് y എഴുതിയാൽ മതി, ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ മാറും. അതുപോലെ തന്നെ സൈൻ 2z ഡെൽ യു ബൈ ഡെൽ സെഡ്. അപ്പോൾ ഈ വൈയുടെ സ്ഥാനത്ത് സെഡ് എഴുതിയാൽ മതി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുക സിഗ്മ കാണാനാണ്, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൈൻ 2x ഡെൽ യു ബൈ ഡെൽ എക്സ് പ്ലസ് സൈൻ 2y ഡെൽ യു ബൈ ഡെൽ വൈ പ്ലസ് സൈൻ 2z ഡെൽ യു ബൈ ഡെൽ സെഡ് ആണ് വേണ്ടത്. അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുക. 1 2 3 ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നിന്നെല്ലാം 2 പുറത്ത് വരും. 2 ടേക്കിംഗ് ഔട്ട് സൈഡ്. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ എന്തുണ്ടാവും? ഡിനോമിനേറ്റർ എന്തുണ്ടാവും? ഡിനോമിനേറ്ററിൽ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ് ഉണ്ടാവും. അപ്പം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മുകളിൽ എന്ത് കിട്ടും? മുകളിൽ ആഡ് ചെയ്യുമ്പോൾ മുകളിൽ ആദ്യത്തെ ടാൻ എക്സ് ഉണ്ടാവും പ്ലസ് രണ്ടാമത്തെ ടാൻ വൈ, ഇത് ടാൻ വൈ ഉണ്ടാവും പ്ലസ് മൂന്നാമത്തെ ഈ ടാൻ സെഡ് ഉണ്ടാവും, ഈ ടാൻ സെഡ് ഉണ്ടാവും, ടാൻ സെഡ്. അപ്പോൾ ഇത് നിങ്ങളുടെ ക്യാൻസൽ ചെയ്ത് പോയ 2, അതാണ് ഈ ആൻസർ. ഇത് മൂന്നും കൂടെ 1ഉം 2ഉം 3 കൂടെ ആഡ് ചെയ്താൽ അത് കിട്ടും. ഓക്കെ. ദെൻ പ്രോബ്ലം നമ്പർ 36. v equal to f x/2 y/2 ഷോ ദാറ്റ് ദിസ്. ഇത് നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ ചെയ്യും. ചെയിൻ റൂൾ ഉപയോഗിച്ച് ഇത് പിന്നെ നമ്മൾ ചെയ്യും. എളുപ്പത്തിന് അവിടെ ഷോർട്ട് കട്ടായിട്ട് ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്യാം. അത് നമ്മൾ പിന്നെ ചെയ്യും. ഓക്കെ. ദെൻ പ്രോബ്ലം നമ്പർ 37. എക്സാമ്പിൾ 37. v തന്നിട്ടുണ്ട് 1/x² + y² + z² all to the power half with x² + y² + z² not equal to 0. അപ്പോൾ ഇത് 0 അല്ല എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ v തന്നിട്ടുണ്ട്, v നമുക്ക് തന്നിട്ടുണ്ട്, v ഇതാണ് തന്നിട്ടുണ്ട്. ഇതാണ് v. v is a function of x, y, z. അപ്പോൾ ആദ്യം നമ്മൾ ഡെൽ v ബൈ ഡെൽ എക്സ് കാണണം. അത് കഴിഞ്ഞ് ഡെൽ v ബൈ ഡെൽ എക്സ് സ്ക്വയർ കാണണം. ആദ്യം ഡെൽ v ബൈ ഡെൽ എക്സ് ആണ്. ഡെൽ v ബൈ ഡെൽ എക്സ് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ v ഇതാണ്, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ? -12 ഇൻറ്റു ഇത് എഴുതുക -12 -1. അപ്പോൾ എത്രയാ? -12 -1 എത്രയാ? -3/2. അത് കഴിഞ്ഞ് ഇതിന്റെ ഡെറിവേറ്റീവ് x² + y² + z² വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ 2x. അപ്പോൾ 2x, ഈ 2ഉം 2ഉം കൂടെ പോയി. അപ്പോൾ -x ഇൻറ്റു x² + y² + z² all to the power -3/2 ആണ്. അതാണ് ഡെൽ v ബൈ ഡെൽ എക്സ്. അതിനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ del² v ബൈ ഡെൽ x² കിട്ടും. അപ്പോൾ ഇതിനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചാണ്. അപ്പോൾ -x ആദ്യം എഴുതി, അത് കഴിഞ്ഞ് ഈ ബ്രാക്കറ്റിനുള്ളിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അതാണ്. പിന്നെ പ്ലസ് -xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇത് അതുപോലെ എഴുതുക. അതാണ്. ഓക്കെ. അപ്പോൾ -x അതുപോലെ എഴുതി, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ? -3/2 ഇൻറ്റു x² + y² + z² all to the power -3/2 -1. -3/2 -1 എത്രയാ? -5/2 ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ്. അതിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x. x² 2x പ്ലസ് -xന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് -1. ഇത് അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ ഇത് കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? ഈ 2ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. 2ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ എന്ത് കിട്ടും? ഈ -3 ഉണ്ട്. -3 ഈ മൈനസ് കൂടെ പോയാൽ +3 ആയി. എക്സിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ x² ആയി. 3x² പ്ലസ് x² + y² + z² all to the power -5/2 -x² + y² + z² all to the power -3/2. ഇതാണ് del² v ബൈ del² v ബൈ ഡെൽ x². അതാണ് ഇക്വേഷൻ നമ്പർ 5. അതുപോലെ തന്നെ എക്സിന്റെ സ്ഥാനത്ത് y എഴുതിയാൽ del² v ബൈ del y കിട്ടും.
അപ്പോൾ ഇതാ ഈ എക്സ് സ്ക്വയറിന് പകരം വൈ സ്ക്വയർ എഴുതി, ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ വൈക്ക് വരെ സെഡ് എഴുതി കഴിഞ്ഞാൽ ഡെൽ സ്ക്വയർ വി ബൈ ഡെൽ സെഡ് സ്ക്വയർ കിട്ടും. അതാണ് പ്രൊസീഡിങ് സിമിലർലി ഓർ ബൈ സിമിട്രി. ഇതിൻ്റെ അകത്ത് എക്സിന്റെ സ്ഥാനത്ത് വൈ എഴുതി കഴിഞ്ഞാൽ ഇത് കിട്ടും, ഇക്വേഷൻ 6 കിട്ടും. ഇതിൻ്റെ അകത്ത് എക്സിന്റെ സ്ഥാനത്ത് സെഡ് എഴുതി കഴിഞ്ഞാൽ ഇക്വേഷൻ 7 കിട്ടും. എന്നിട്ട് 6ഉം 7ഉം 5, 6, 7ഉം കൂടി ആഡ് ചെയ്യാണ്. എങ്ങനെയാണെന്ന് ആഡ് ചെയ്യുന്നത് നോക്കണം. ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഇത് 3 കൂടെ ആഡ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ, ഡെൽ സ്ക്വയർ വി ബൈ ഡെൽ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽ സ്ക്വയർ ബി ബൈ ഡെൽ വൈ സ്ക്വയർ പ്ലസ് ഡെൽ സ്ക്വയർ ബി ബൈ ഡെൽ സെഡ് സ്ക്വയർ. ഇത് ആഡ് ചെയ്യാം. ഇതിന്റെ ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ -3 എന്ന് കിട്ടും. -3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഓൾ ടു പവർ -3/2 എന്ന് കിട്ടും. ഇനി ഇത് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതിന്റെ 3-നും LCM പുറത്തെടുക്കുക, കോമൺ ഫാക്ടർ എടുത്തുക. കോമൺ ഫാക്ടർ 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഓൾ ടു പവർ -5/2 ആണ് കോമൺ ഫാക്ടർ. പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ എന്തുണ്ടാകുക? ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇതാണ്. അപ്പോൾ ഇതെന്താണ്? ഇത് 1 ആണ്. അപ്പോൾ ഈ -5/2 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതും കൂടെ ആഡ് ചെയ്ത -5/2 പ്ലസ് 1 ആണ്. അപ്പോൾ -5/2 +1 ആഡ് ചെയ്തത് ഇത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. 1 ആഡ് ചെയ്ത -5/2 പ്ലസ് 1 എന്തായിരിക്കും? -3/2. ഇതാ. അപ്പോൾ ഇത് പോയി. അപ്പോൾ ഇത് +3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ -3/2. ഇത് -3 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ -3/2. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് കിട്ടും? 0. അതാണ് നമുക്ക് ഇവിടെ ഇത് കിട്ടിയത്. കണ്ടോ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അത് തന്നെയാണ്. ഈക്വൽ ടു 0 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ദെൻ ദ വേവ് ഇക്വേഷൻ. ഈ വേവ് ഇക്വേഷൻ നിങ്ങൾക്ക് 3rd സെമ്മിലും പഠിക്കാനുണ്ടാവും. വേവ് ഇക്വേഷൻ 3rd സെമ്മിൽ ഡീറ്റെയിൽ ആയിട്ട് വേവ് ഇക്വേഷൻ പഠിക്കാനുണ്ടാവും. എന്താണെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഡിഫൈൻ ചെയ്ത് പോകാം. One of the partial differential equation that occurs frequently in applied mathematics in the wave equation. We now describe one-dimensional wave equation and then consider its solution. Suppose that an elastic string of length L is tightly stretched between two supports at the same horizontal level so that x-axis lies along the string. അപ്പോൾ ഇതാണ് സപ്പോർട്ട്. ഈ രണ്ട് സപ്പോർട്ടിൽ ഒരു ഇലാസ്റ്റിക് സ്ട്രിങ് കെട്ടിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ലെറ്റ് uxt denote the vertical displacement experienced by a string at a point x at the time t. We also make the following assumption. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഈ സ്ട്രിങ്ങിൽ ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ പിടിച്ചിട്ട് അങ്ങ് വിട്ട് കഴിയുമ്പോൾ t സെക്കൻഡിലുള്ള ഈ സ്ട്രിങ്ങിന്റെ മോഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആഫ്റ്റർ t സെക്കൻഡ് ഈ ഇതിങ്ങനെ ഇരിക്കും. അപ്പം u(xt) ഇതിന്റെ പൊസിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇത് മുകളിലേക്കും താഴേക്കും ഈ സ്ട്രിങ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം t സെക്കൻഡിലുള്ള വൈബ്രേഷനാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് വേവ് ഇക്വേഷൻ. ഇതൊരു വേവ് പോലെ ഉണ്ടാവും ഇതിനെ. അപ്പോൾ നമ്മൾ ഇതിനെ അസംപ്ഷൻ എന്തൊക്കെയാന്ന് ഇവിടെ നോക്കാം. ദ മാസ് ഓഫ് ദ സ്ട്രിംഗ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് കോൺസ്റ്റന്റ്. സ്ട്രിംഗ് ഹോമോജീനിയസ് ആണ് പറയുന്നത്. ദ സ്ട്രിംഗ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആൻഡ് ഡസ് നോട്ട് ഓഫർ എനി റെസിസ്റ്റൻസ് ടു ബെൻഡ് ചെയ്യല. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. രണ്ടാമത്തെ, ദ ടെൻഷൻ കോസ്ഡ് ബൈ സ്ട്രെച്ചിങ് ദ സ്ട്രിംഗ് ബിഫോർ ഫിക്സിംഗ് it at the end point is so large that the action of the gravitational force on the string can be neglected. നല്ല ടൈറ്റ് ചെയ്ത് വലിച്ചു പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ല, താഴേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ല. ടൈറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ല. തേർഡ് വൺ, the string perform a small transverse motion in a vertical plane that is every particle of the string moves strictly vertically and so that the deflection and the slope at every point in the string remains small in absolute value. എന്ന് പറഞ്ഞാൽ ഇത് മുകളിലേക്കും താഴേക്കും മാത്രമേ മൂവ് ചെയ്യുന്നത്. മുകളിലേക്കും താഴേക്കുമാണ് മൂവ് ചെയ്യുന്നത്. വെർട്ടിക്കൽ സ്ട്രിംഗ് ആണ്.
മുകളിലേക്കും താഴേക്കുമാണ് മൂവ് ചെയ്യുന്നത് എന്നത്രേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ ദെൻ യു എക്സ് ടി സാറ്റിസ്ഫൈ ഈ വൈബ്രേഷൻ എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദിസ് ഇൻ ദ ഡൊമൈൻ എക്സിന്റെ വാല്യൂ 0ക്കും എല്ലിനും ഇടയിലായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലെങ്ത് എല്ലാണ്, ഇതാണ് എല്ലാണ് ഇതിന്റെ ലെങ്ത്. അപ്പൊ എക്സിന്റെ വാല്യൂ 0ക്കും എല്ലിനും ഇടയിലായിരിക്കും. ടി ഗ്രേറ്റർ ദാൻ 0, ടി എന്ന് പറഞ്ഞാൽ 0 ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്, ടൈം ഗ്രേറ്റർ ദാൻ 0. ഇതാണ് വേവ് ഇക്വേഷൻ. ഇതിനെയാണ് വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ വേവ് ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ പറയുന്നുണ്ട്? ഇതിനെയാണ് 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ ഈക്വൽ ടി ബൈ റോ ആണ്. സി സ്ക്വയർ ഈക്വൽ ടി ബൈ റോ, വേർ ടി എന്ന് പറഞ്ഞാൽ എന്താ? ടി ഈസ് ദ ടെൻഷൻ ഓഫ് ദ ഫോഴ്സ് ഇൻ ദ സ്ട്രിങ്. ടി ടെൻഷൻ ഓഫ് ദ ഫോഴ്സ് ആണ്. റോ ഈസ് ദ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, ഡെൻസിറ്റി ആണ് റോ. ആൻഡ് സി ഹാസ് ദ യൂണിറ്റ് ലെങ്ത് പെർ ടൈം എന്ന് സി ഹാസ് ദ യൂണിറ്റ് വെലോസിറ്റി. യൂണിറ്റ് ലെങ്ത് പെർ ടൈം എന്ന് പറഞ്ഞാൽ ഹാസ് ദ യൂണിറ്റ് ഓഫ് വെലോസിറ്റി ആണ്. അപ്പൊ ഈ എയ്ത്ത് ഇക്വേഷൻ ആണ്. ഇതാണ് എയ്ത്ത് ഇക്വേഷൻ. എന്താണ്? ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ എക്സ് സ്ക്വയർ. ഇതാണ് യു എന്ന് പറയുന്നത് ആ വൈബ്രേഷന്റെ സ്ട്രിങ് യു അതിന്റെ വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് ആ 0ക്കും എല്ലിനും ഇടയിലുള്ള പോയിന്റ് ആണ് എക്സ്. ടി എന്ന് പറഞ്ഞാൽ ടൈം. സാറ്റിസ്ഫൈസ് 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. ഓക്കെ, നമ്മളൊരു പ്രോബ്ലം ചെയ്യാം. ഇതാ, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ യു എക്സ് ടി ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് സി ടി ഇസ് എ സൊല്യൂഷൻ ഓഫ് 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് എന്താ 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ? 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ നമുക്ക് ഓർമ്മ വേണം. 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ ടി സ്ക്വയർ, അതാണ് എഴുതിയിരിക്കുന്നത്, ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ എക്സ് സ്ക്വയർ. അതാണ് 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. ഇത് 1 ഡയമെൻഷണൽ വേവ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഡെൽ യു ബൈ ഡെൽ എക്സ് കാണണം. ഇതിനെ വിത്ത് സൈൻ എക്സ് മൈനസ് സി ടിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത്? കോസ് എക്സ് മൈനസ് സി ടി കിട്ടി. അതിനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ എക്സ് സ്ക്വയർ കിട്ടും. അതെന്താണ്? ഇതിനെ കോസ് എക്സ് മൈനസ് സി ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് മൈനസ് സി ടി കിട്ടും. ഓക്കെ, ഇനി യു ഓഫ് എക്സ് ഈക്വൽ സൈൻ എക്സ് മൈനസ് സി ടിനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ യു ബൈ ഡെൽ ടി. അപ്പൊ സൈൻ എക്സ് മൈനസ് സി ടിയുടെ എന്താ? കോസ് എക്സ് മൈനസ് സി ടി. അത് കഴിഞ്ഞ് എക്സ് മൈനസ് സി ടിനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് മൈനസ് സി. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് അതിനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു സി കൊണ്ട്, വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട്. അപ്പൊ മൈനസ് സി കോസ് എക്സ് മൈനസ് സി ടി എന്തായിരിക്കും? മൈനസ് അവിടെ ഉണ്ടാവും. അപ്പൊ കോസ് എക്സ് മൈനസ് സി ടിയുടെ മൈനസ് സൈൻ എക്സ് മൈനസ് സി ടി ഇൻറ്റു മൈനസ് സി ടിയുടെ എന്താ? ഇൻറ്റു മൈനസ് സി. അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് ഇൻറ്റു മൈനസ്. ഇവിടെ ഒരു മൈനസ് കൂടി ഉണ്ടാവും, ഇവിടെ ഒരു മൈനസ് കൂടി ഉണ്ടാവും. ഇതൊരു മൈനസ്, പിന്നെ കോസിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മൈനസ്. അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ്, 2 മൈനസ് ആയി. പിന്നെ ഇതിനെ സി ടിനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ആണ്. അപ്പൊ 3 മൈനസ് വരും. അപ്പൊ മൈനസ് സി ആണ് ഇവിടെ വരിക. അപ്പൊ ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ ടി സ്ക്വയർ എന്താ? മൈനസ് സി സ്ക്വയർ സൈൻ എക്സ് മൈനസ് സി ടി. അപ്പൊ ഇത് കണ്ടോ, ഇതാ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇതാണ് മൈനസ് സി സ്ക്വയർ സൈൻ എക്സ് മൈനസ് സി ടി. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ എക്സ് സ്ക്വയർ എന്താ? മൈനസ് സൈൻ എക്സ് മൈനസ് സി ടി. അതിനെ സി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എപ്പോഴും എന്ത് കിട്ടും? റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും? മൈനസ് സി സ്ക്വയർ സൈൻ എക്സ് മൈനസ് സി ടി. അത് ഓർമ്മ വേണം. അപ്പം എന്ത് ചെയ്യും? യു ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് സി ടി എന്ത് ചെയ്യും? ഈ ഡിഫറൻഷ്യൽ, ഈ വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ദെൻ അടുത്ത് u equal to x cube, example 39, verify that u equal to x cube plus 3x t square is a solution of 1 dimensional wave equation. എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 8 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫോർ സ്യൂട്ടബിൾ വാല്യൂ ഓഫ് എക്സ്, സ്യൂട്ടബിൾ വാല്യൂ ഓഫ് സി. ആദ്യം നമ്മൾ യു എഴുതി. യുവിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡെൽ യു ബൈ ഡെൽ എക്സ് കിട്ടിയത് 3x സ്ക്വയർ പ്ലസ് 3t സ്ക്വയർ ആണ്. ഇത് 3x സ്ക്വയർ, ഈ എക്സ് പോയി. പിന്നെ ഇതിനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതങ്ങ് പോകും. 6x കിട്ടി.
പിന്നെ യുവിനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതുണ്ടാവൂല 6t കിട്ടി. പിന്നെ അതിനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 6x കിട്ടി. എന്താണ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷന്റെ ഫോർമുല എന്താണ്? ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ എക്സ് സ്ക്വയർ ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ ടി സ്ക്വയർ എന്താ? 6x. ലെഫ്റ്റ് സൈഡിൽ 6x, റൈറ്റ് സൈഡിൽ ഇതാ ഈ സി സ്ക്വയർ ഇവിടെ എഴുതി. ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ എക്സ് സ്ക്വയർ എന്താ? 6x. അപ്പൊ 6x. അപ്പൊ സി സ്ക്വയർ ഈക്വൽ ടു 1, സി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അതാണ്. അപ്പൊ ഇതെന്താ? യു വൺ ഡയമെൻഷൻ വേവ് ഇക്വേഷൻ. ഇതാ ഈ ഇക്വേഷൻ യു സാറ്റിസ്ഫൈ ചെയ്താൽ സിയുടെ വാല്യൂ എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം. നെക്സ്റ്റ് എക്സാമ്പിൾ 40. Example 40. Show that the function u equal to x square minus y square, u equal to e power x cos y, u equal to log x square plus y square are solutions of two-dimensional Laplace equation. Del square u by del x square plus del square u by del y square is equal to 0. ഇതിനെയാണ് ടു ഡയമെൻഷണൽ ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലാപ്ലേസ് ഇക്വേഷൻ ഓർമ്മ വേണം. ലാപ്ലേസ് ഇക്വേഷൻ ഫോർമുല ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഇതിനെയാണ് ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചത് വേവ് ഇക്വേഷൻ, ഇത് ലാപ്ലേസ് ഇക്വേഷൻ. ഇതൊക്കെ നിങ്ങൾ അടുത്ത സെമസ്റ്ററിലും അങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ ലാപ്ലേസ് ഇക്വേഷനും ലാപ്ലേസ് ഇക്വേഷൻ പ്രത്യേകിച്ച് ഈ സെമസ്റ്ററിൽ തന്നെ വരും. വേവ് ഇക്വേഷൻ അടുത്ത സെമസ്റ്ററിലാണ് വരിക. അപ്പോൾ നമുക്കിത് നോക്കാം. യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അപ്പോൾ എക്സ് സ്ക്വയറിന് 2x. യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡോ യു ബൈ ഡോ മൈനസ് 2y. ഇനി ഡോ യു ബൈ ഡെൽ യു ബൈ ഡെൽ എക്സിന് ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് അപ്പോൾ 2xന് 2. ഇനി ഡെൽ യു ബൈ ഡെൽ വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അപ്പോൾ മൈനസ് 2. അപ്പോൾ ഇത് +2, ഇത് -2. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ +2 and -2 that is equal to 0. That is u equal to x square minus y square satisfy two-dimensional Laplace equation. ഇതുപോലെ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് പോകണം. സിമിലർലി ഇറ്റ് ക്യാൻ ബി വെരിഫൈഡ് ദാറ്റ് u equal to e power x cos y. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ എക്സ് സ്ക്വയർ ഇവിടെ കാണണം, പിന്നെ ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ വൈ സ്ക്വയർ ഇവിടെ കാണണം. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. അതുപോലെ u equal to log x square plus y square, അതും ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ എക്സ് സ്ക്വയർ കാണണം, ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ വൈ സ്ക്വയർ കാണണം. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 ആകും. അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഇത് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് കിടക്കുകയാണ്. അടുത്ത മൊഡ്യൂളല്ല, അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ആൻഡ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷനിലാണ്. ഡിഫറൻഷ്യൽസ് ആൻഡ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകണം. ഓക്കെ, അപ്പോൾ അത് അടുത്ത വീഡിയോയിലുണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.